മനുഷ്യരാശിയെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു ഭീകരാക്രമണമാണ് പഹൽഗാമിൽ അരങ്ങേറിയത്. പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഭീകരർ മതം ചോദിച്ച് ഹിന്ദുവാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആൾക്കാരെ കൊന്നു എന്നുള്ളതാണ്, വെടിവെച്ച് നിറയൊഴിച്ച് കൊന്നു എന്നുള്ളതാണ് പൊതുവെ വരുന്ന വാർത്തകൾ. എന്നാൽ ഇക്കൂട്ടത്തിൽ ഒരു ക്രിസ്തുമത വിശ്വാസിയും കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിനോടും കലിമ ചൊല്ലാൻ അവർ ആവശ്യപ്പെട്ടു, അദ്ദേഹത്തിന് സാധിച്ചില്ല. ഞാൻ ഒരു ക്രിസ്തുമത വിശ്വാസിയാണ്, എനിക്ക് കലിമ അറിയില്ല എന്നായിരുന്നു മറുപടി. അദ്ദേഹത്തെ മുട്ടയിൽ നിർത്തി തലയ്ക്ക് നിറയൊഴിച്ചു. സത്യത്തിൽ ഈ ഭീകരർ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ആഗോള ഇസ്ലാമിക ഭീകരതയുടെ ഏറ്റവും ഒടുവിലത്തെ അഴിഞ്ഞാട്ടത്തിന് മുമ്പിൽ ബലിദാനികളാകേണ്ടി വന്ന സുശീൽ സദാനിയലിനും മറ്റ് എല്ലാ വ്യക്തികൾക്കും ആദരപൂർവ്വം പ്രണാമം അർപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ ഇതിൽ ചർച്ച പോലും തുടങ്ങി വെക്കുക. ഒപ്പം തന്നെ അന്തരിച്ച സുശീൽ സദാനിയലിൻ്റെ ഭാര്യ ജെന്നിഫറിനും മകനും മകൾക്കുമൊക്കെ ഈ ദുഃഖത്തെ നേരിടുന്നതിനുള്ള, അതുപോലെ മറ്റെല്ലാവർക്കും. മകൾക്കും ആക്രമണത്തിൽ പരിക്കേറ്റു, കാലിന് വെടിയേറ്റിട്ടുണ്ട്. ഞാൻ കണ്ടുവന്നു. ആ കുട്ടിയും എത്രയും പെട്ടെന്ന് രക്ഷപ്പെടട്ടെ. എല്ലാവർക്കും ഈ സാഹചര്യം നേരിടുന്നതിന് മതവും ജാതിക്കും എല്ലാം അപ്പുറമുള്ള ആ ദൈവിക ശക്തിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കാം. ഇവിടെ അങ്ങ് ചോദിച്ചൊരു പ്രധാന ചോദ്യമുണ്ട്, ഹിന്ദുക്കളെ തെരഞ്ഞല്ലേ ഈ വന്നതെന്ന്. അതങ്ങനെ തന്നെയാണ്. അതിനകത്ത് നമ്മൾ വേറെ അതിനിടയ്ക്കൊരു ക്രിസ്ത്യാനി വന്നു വിട്ടു, ക്രിസ്ത്യാനി കൊന്നെന്ന് പറഞ്ഞപ്പം അങ്ങ് പറയാതെ പോയൊരു കാര്യമുണ്ട്. ഈ ക്രിസ്ത്യാനി, ആ വ്യക്തി മുസ്ലിം അല്ല, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞാൻ ഈസായി ആണെന്നാണ് പറഞ്ഞത്. വടക്കേ ഇന്ത്യയിൽ ഈസായി എന്ന് പറയുന്നത്, ഈസായി എന്ന് പറഞ്ഞു. ഈസായി ആണെന്ന് പറഞ്ഞപ്പം പാലസ്തീൻ എന്ന് പറഞ്ഞിട്ടാണ് വെടിവെച്ചത്. അതെ, അതങ്ങ് പറഞ്ഞില്ല. ആലോചിച്ച് നോക്കൂ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് കേൾക്കുമ്പോഴാണ് കൃത്യമായിട്ടും എന്താണ് സന്ദേശം നമുക്ക് വ്യക്തമാകുന്നത്. ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം, അവിടെ ഒരു പാലസ്തീൻകാരനെയോ ക്രിസ്ത്യാനിയോ കാണാൻ കഴിയും എന്ന് കരുതിയല്ല ഇവർ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തത്. ഓപ്പറേഷൻ ലക്ഷ്യം ഹിന്ദുക്കൾ തന്നെയായിരുന്നു. കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടത്, അതായത് അള്ളാഹു അല്ലാതെ ഒരു ദൈവം ലോകത്തില്ലെന്നും ആരാധനയ്ക്ക് വിധേയത്വത്തിനും അർഹതയുള്ള മറ്റൊരു ശക്തിയുമില്ലെന്നും മുഹമ്മദ് അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നും ഉള്ള ആ കലിമയുടെ ഭാഗമുണ്ടല്ലോ, അത് ചൊല്ലണം എന്ന് പറഞ്ഞാൽ ലോകത്തൊരു മതം മതി, ഒരു ദൈവം മതി, വേറെ ആർക്കും ജീവിക്കാൻ ഒരു ദൈവം മതി എന്ന് നാരായണ ഗുരുദേവൻ പറഞ്ഞ ശൈലി അല്ലാതെ. അതുകൊണ്ട് ഒരു ദൈവം മതി എന്നുള്ളതല്ല പറയുന്നത്, ഞങ്ങൾ പറയുന്ന ഒരു ദൈവം മതി അല്ലെങ്കിൽ ഉള്ളൂ എന്ന വിശ്വാസത്തിന് തോക്ക് ചൂണ്ടിക്കൊണ്ട് അടിവരയിടാനാണ് ഈ ഭീകരവാദികൾ ശ്രമിച്ചത്. പക്ഷെ ഇവരുടെ ലക്ഷ്യം കൃത്യമായും ഹിന്ദുക്കൾ തന്നെയായിരുന്നു. ഹിന്ദുവിനെ തെരഞ്ഞുപിടിച്ച് കൊല്ലാൻ നോക്കിയത്. അതിനാണ് ഹിന്ദുക്കളെ കൊണ്ട് കലിമ ചൊല്ലിച്ചതും തുണിയും അടിവസ്ത്രവും അഴിച്ചു നോക്കി പരിശോധിച്ചതും. ഈ ദുഷ്ടന്മാര് അവരുടെ ആ ദുർപ്രവൃത്തിയെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് മുമ്പ് അങ്ങ് സംശയപൂർവ്വം ചോദിച്ചൊരു കാര്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരിക. ക്രിസ്ത്യാനിയായി അന്വേഷിച്ചാണോ, ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യാനി അന്വേഷിച്ചാണോ? അല്ല, ഒരിക്കലുമല്ല. ഇത് പറയുമ്പോൾ എനിക്കൊരു ഉദാഹരണം തോന്നിപ്പോവുക. അത് വേറൊന്നുമല്ല, ഞാൻ സർവീസിലുള്ള കാലത്ത് ഞങ്ങളുടെ ഓഫീസിലെ ഒരു ജീവനക്കാരൻ മദ്യപാനിയാണ്, കണ്ടമാനം മദ്യപിക്കും. കോട്ടയത്തു നിന്ന് അയാൾ പത്തനംതിട്ട എത്തി. പത്തനംതിട്ട KSRTCയിൽ അയാളൊരു അടിപിടിയൊക്കെ ഉണ്ടാക്കി, മദ്യപിച്ചിട്ട് അടിപിടി ഉണ്ടാക്കി പോലീസ് പിടിച്ചു. രാത്രി 12 മണിയായപ്പോൾ യാദൃച്ഛികമായിട്ട് ഞങ്ങളുടെ ഓഫീസിലെ ചുമതലയുള്ള, ആ സമയത്ത് ചുമതല ആളെ എന്നെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനൊരു കാര്യം ഉണ്ടായി സാറേ, പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിക്കണം. നമ്മുടെ ഞാൻ പേര് പറയുന്നില്ല, ഇന്നയാളുള്ള സ്റ്റേഷനിലുണ്ട്, അയാൾക്ക് വേണ്ടി സംസാരിക്കണം പറഞ്ഞു. ഞാൻ വിളിച്ചോണ്ട് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞൊരു മറുപടിയുണ്ട്.
സാർ ഇയാള് സ്റ്റേഷനിൽ വെച്ച് ഒരു ബസ്സിലെ കണ്ടക്ടറെ തല്ലി. ആരെങ്കിലും തല്ലിയാൽ മതിയായിരുന്നു, ബസ്സിലെ കണ്ടക്ടറെ തല്ലി പറഞ്ഞ ഒരു പോലീസുകാരൻ ചെന്ന് ചോദിച്ചു, നീ എന്തിനാണ് കണ്ടക്ടറെ തല്ലിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് കാക്കിയിട്ട് യൂണിഫോം കണ്ടപ്പോൾ പോലീസുകാരനാണെന്ന് വെച്ചാൽ തല്ലിയതെന്ന്. മനസ്സിലായില്ലേ? കണ്ടക്ടറെ തല്ലിയതിന് പോലീസുകാരൻ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞ മറുപടിയാണ്, ഈ മദ്യപാനിയായ വിവരമില്ലാത്ത പറഞ്ഞ മറുപടിയാണ്. അത് തന്നെ അങ്ങനെ കണ്ടപ്പോഴേ കാക്കി കണ്ടപ്പോൾ പോലീസുകാരനെന്ന് വെച്ചാൽ തല്ലിയതെന്ന്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ലക്ഷ്യം വെച്ചവരെ ആയിക്കൊള്ളുന്ന കിട്ടണമെന്നില്ല. ലക്ഷ്യം വെക്കുന്നതിൽ കൂടി ആളെ കിട്ടിയെന്ന് വരാം. ബോണസ്, അതൊരു ബോണസാണ്. ഹിന്ദുവിനെ അന്വേഷിച്ച് വന്ന് പാകിസ്ഥാന് വേണ്ടി കാശ്മീരിൽ ഇങ്ങനെ ഓപ്പറേഷൻ നടക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം നമ്മൾ കണക്കാക്കണം. യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന് പറയുന്നത് ആഗോളതലത്തിൽ ഇസ്ലാം ഭീകരതയ്ക്ക് നേരിടേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന പരാജയം, ആ പരാജയത്തിൽ ശ്രദ്ധ മാറ്റാനും പുതിയൊരു പോർമുഖം തുറക്കുവാനുമാണ് അവരിങ്ങോട്ട് വന്നത്. അതാണ് പാകിസ്ഥാനുമായിട്ട് ബന്ധം. ഒരു കാര്യം ഓർക്കണം, ഹമാസിൻ്റെ അവർ ഭീകരന്മാർ തന്നെയാണ് പാകിസ്ഥാനിൽ വന്ന് ലഷ്കർ എ തയ്യബയ്ക്കും ജെയ്ഷെ മുഹമ്മദിനും ഇപ്പോഴത്തെ പുതിയ റെസിസ്റ്റൻസ് ഫോഴ്സിനും ഒക്കെ ട്രെയിനിങ് കൊടുത്തതെന്നും ഇന്നലെ വ്യക്തമായി തെളിവുകളോടെ പുറത്തു വന്നു വെച്ചിട്ടുണ്ട്. അവർ സോളിഡാരിറ്റി ഫോർ കാശ്മീർ എന്ന് പറഞ്ഞ പരിപാടിയിൽ ഫെബ്രുവരി 5-ാം തീയതി നടന്ന പരിപാടിയിൽ അവർ പങ്കെടുക്കുകയും. അപ്പോൾ അങ്ങനെ വരുമ്പം ഹമാസ് കാശ്മീരിലേക്ക് വന്നത് ഒരു അന്താരാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്, ഒരു ഇന്റർനാഷണൽ. അതെ, പാകിസ്ഥാനിലെ സൈന്യാധികാരി അതിനെ വേറൊരു തരത്തിൽ ഉപയോഗിക്കുക ചെയ്തത്. അപ്പൊ ആദ്യത്തെ കാര്യം പറഞ്ഞാൽ അങ്ങനെ വന്നപ്പം പാലസ്തീൻ്റെ കാര്യവും ഇസ്രായേലിൻ്റെ കാര്യവും കൃത്യമായിട്ടറിയാവുന്ന അവര് പാലസ്തീനെ കുറിച്ച് ഓർത്തു. ഞാൻ പറഞ്ഞില്ലേ പാലസ്തീൻ എന്ന് പറഞ്ഞില്ലേ? പാലസ്തീൻ എന്ന് പറഞ്ഞപ്പോൾ അവൻ അവിടുന്ന് അടികൊണ്ടിട്ട് വന്നവൻ, ഇവിടുന്ന് ഇസ്രായേലിന്റെ അടികൊണ്ടിട്ട് പരാജയം മറച്ചു വെക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പം കയ്യിൽ കിട്ടിയത് ഒരു ഈസായി ജൂതനാണെന്ന് കരുതി, പാലസ്തീനുമായിട്ടുള്ള പ്രശ്നത്തിൽ ഇവന്റെ പങ്കുണ്ടെന്ന് കരുതി അവിടെയാണ് പാലസ്തീൻ ആക്രമിച്ചത്. നമ്മളൊരു കാര്യം തീർച്ചയായും അറിഞ്ഞിരിക്കണം ഇക്കാര്യത്തിനകത്ത്. അല്ലെങ്കിൽ പാകിസ്ഥാൻ ഒരു തരത്തിലും ഭാരതത്തിനെതിരെയോ നമ്മുടെ സമൂഹത്തിനെതിരെയോ ഒരു പോർവിളിക്കുള്ള അനുയോജ്യമായ സമയമായിരുന്നില്ലത്. അതിനുള്ള ആരോഗ്യവുമില്ല അവർക്ക്. ആ സമയത്ത് ഹമാസിൻ്റെ ഒരു സഹായം കിട്ടി. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്ക ഒഴിഞ്ഞു പോയപ്പോൾ കിട്ടിയ കുറച്ച് ആയുധങ്ങൾ ഇപ്പോഴും ഇസ്ലാമിക ഭീകരവാദത്തിന് വേണ്ടി പണം ഒഴുക്കാൻ തയ്യാറുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള ഏജൻസികൾ, അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ്, ചൈന സ്വാഭാവികമായിട്ടും, ബംഗ്ലാദേശിലെ പുതിയ ശക്തികൾ, ഇതിനെല്ലാം ഒപ്പം ഭാരതത്തിനുള്ളിലുള്ള ഭാരതവിരുദ്ധ ശക്തികൾ, ആഭ്യന്തര ശത്രുക്കൾ, മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസിനെയും എല്ലാം കൊടുത്ത് കൂട്ടിയേ പറ്റുള്ളൂ. ഈ ചർച്ചയ്ക്ക് അതിന് പരിമിതികളുണ്ട്, ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഈ സാഹചര്യം എല്ലാം ഉള്ളതുകൊണ്ട് പാകിസ്ഥാനിലെ സൈന്യാധിപൻ ആ അവസരം ഒന്ന് പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചു നോക്കി എന്നുള്ളത് മാത്രം. വ്യക്തിപരമായ ഒരു ലക്ഷ്യം അയാൾക്കുണ്ട്. അയാൾക്ക് ഈ സൈന്യാധിപൻ സ്ഥാനത്ത് റിട്ടയർമെൻറ്റ് സമയം അടുത്ത് വരിക, ഒരു എക്സ്റ്റൻഷൻ കിട്ടണം. അതിന് അത്രയും മോഹങ്ങളുണ്ടെന്നാണ് പൊതുവെ കാര്യങ്ങൾ വിലയിരുത്തുന്നത് പറയുന്നത്. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നത് യാഹ്യ ഖാനെയും പർവേസ് മുഷറഫിനെയും ഒക്കെ പോലെ വരും കാലത്തെ പാകിസ്ഥാൻ്റെ പാകിസ്ഥാൻ മുറിയാൻ പോവുകയാണ് 3-4 ബാക്കി വരുന്ന പാകിസ്ഥാൻ്റെ ഒരു ഭരണാധികാരിയാകുന്നതിനുള്ള, ഇല്ല പട്ടാള ഭരണത്തിൽ കൂടെ അധികാരം പിടിച്ചെടുക്കുന്നതിനുള്ള ഒരു വഴിയാണ് ഈ മുല്ല മുനീർ
ഇയാളൊരു ജിഹാദി മുല്ല മുനീറാണ്, പട്ടാളക്കാരൻ്റെ അപ്പുറമായി. അസിം മുനീർ എന്നാണ് പേരെങ്കിലും യഥാർത്ഥത്തിൽ അയാളൊരു മുല്ല മുനീറാണ്. കാരണം വേറെ പാകിസ്ഥാൻ പട്ടാള മേധാവികളൊന്നും ഇയാളുടെ കൂട്ടത്തിൽ പെടുന്നതല്ല. അല്ലല്ല, മദ്രസയിൽ പഠിച്ചിട്ട് വന്നവരല്ല. അവരുടെയൊക്കെ വിദ്യാഭ്യാസം വേറെയായിരുന്നു. സമയക്രമം ഇവിടെ നിർത്താം. എന്തായാലും ഈ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് ഹിന്ദുവിനെതിരെ ഹിന്ദുവിനെ തെരഞ്ഞു പിടിച്ച് ഇങ്ങനെ മൃഗീയമായി കൊന്ന് അതിൽ നിന്ന് പ്രകോപനം സൃഷ്ടിച്ച് ഭാരതത്തിൽ വിശാലമായ തലത്തിൽ, വിപുലമായ തലത്തിൽ ആന്തരിക സംഘർഷമുണ്ടാക്കാനും ആ സംഘർഷത്തിൽ കൂടെ ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാനും നടത്തിയ പരിശ്രമമാണെന്നുള്ളതിന് യാതൊരു സംശയവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.